വെൽക്കം ഓൾ ഓഫ് യു. താഹ്മനാണ്. ഫാർമക്കോഡൈനാമിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ 7ാമത്തെ വീഡിയോ ആണ്, 7th വീഡിയോ. നമ്മൾ റിസപ്റ്റേഴ്സിലെ നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസിനെ പറ്റിയാണ് പറഞ്ഞത്. സോ ഈ വീഡിയോ നമുക്ക് പറയുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സിനെ പറ്റിയാണ്. നമുക്ക് ആദ്യം ഈ GPCRസിന്റെ പ്രത്യേക ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇതാണ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റിസപ്റ്റ്. ഏറ്റവും അധികം മെമ്പേഴ്സ് ഉള്ള ഫാമിലി ഇതാണ്. 30,000-ലധികം ഉണ്ട്, 30,000+ ഇൻ ടോട്ടൽ ഹോൾ. പ്രകൃതിയിലാണ്. മാമൽസിലാണെങ്കിൽ ഒരു 800 to 900, 800 എബവ് ഉണ്ട്. സോ ദിസ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തേത് ദിസ് ഓൾസോ ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ ആണ്. ട്രാൻസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള ഒരു റിസപ്റ്റർ ആണ് ട്രാൻസ് മെംബ്രെയിൻ. ന്യൂക്ലിയർ റിസപ്റ്റർ അല്ലാത്ത എല്ലാം ട്രാൻസ് മെംബ്രെയിൻ ആണ്. മൂന്നാമത്തത് ദിസ് ഡസൻ ഓപ്പൺ എനി ചാനൽ. സ്വന്തമായിട്ടൊരു ഇൻട്രിൻസിക് ചാനൽ ഇല്ല, മറ്റേതുപോലെ ചാനലുകൾ ഒന്നുമില്ല. ദേ ആക്ട് ത്രൂ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് വഴിയാണ് ഇത് പ്രവർത്തിക്കുക. ഇതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. നാലാമത്തത് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് വഴി പ്രവർത്തിക്കുമ്പോൾ, നേരിട്ടല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ആക്ഷൻ സ്ലോ ആണ്. ആക്ഷൻ ഈസ് സ്ലോ കമ്പയറിംഗ് ടു ലിഗൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ്. പക്ഷെ വൈഡ് റേഞ്ച് ഓഫ് ആക്ഷൻസ് ഉണ്ട്. ചെയ്യാം. അഞ്ചാമത്തത് ഒരു ലിഗൻഡിന് ഇപ്പൊ ഇവിടെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ ഇതിനെ വേറെ റിസപ്റ്ററിലും പിടിക്കാം, അല്ലെ? സോ ഒരു റിസപ്റ്ററിനെ വിവിധ തരം GPCRൽ പിടിക്കാം, ഡിഫറെന്റ് ടൈപ്സ്. സോ ഒരേ സമയം രണ്ട് വിരുദ്ധ മ്യൂച്വലി ഓപ്പോസിറ്റ് പണി ചെയ്യാം. മ്യൂച്വലി ഓപ്പോസിറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്രിനാലിൻ എടുക്കുക. അഡ്രിനാലിൻ ഒരു റിസപ്റ്റർ α1 റിസപ്റ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ BP വർദ്ധിപ്പിക്കും. പക്ഷേ അഡ്രിനാലിൻ β2 വേറെ ബ്ലഡ് വെസലിലുള്ള റിസപ്റ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ BP കുറയ്ക്കും. സോ ഒരേ അഡ്രിനാലിൻ തന്നെ രണ്ട് തരം G പ്രോട്ടീൻ കപ്പിൾ. ഇതും GPCR ആണ്, ഇതും GPCR ആണ്. സോ മ്യൂച്വലി ഓപ്പോസിറ്റ് എഫക്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് GPCR എന്താണെന്ന് നോക്കാം. സോ GPCRൽ GP ഉണ്ട്. GP മീൻസ് G പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവമാണ് G പ്രോട്ടീൻ. ആൻഡ് CR മീൻസ് കപ്പിൾഡ് റിസപ്റ്റർ ആണ്. സോ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, G പ്രോട്ടീൻസ് എന്ന് പറയുന്ന പ്രത്യേകതരം പ്രോട്ടീനെ പറ്റി പറയണം. CR എന്ന് വെച്ചാൽ റിസപ്റ്റർ. സോ നമുക്ക് ആദ്യം റിസപ്റ്റർ ഒന്ന് നോക്കാം. റിസപ്റ്റർ ഒരു ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ നമുക്കൊന്ന് വരയ്ക്കാം. സോ ഇതൊരു സിംഗിൾ പ്രോട്ടീൻ ആണ്, ഒറ്റ ഒരു പ്രോട്ടീൻ ആണ്. ഒരു പ്രോട്ടീൻ ആകുമ്പോൾ ഒരു അമിനോ ടെർമിനൽ കാണണം, ഒരു കാർബോക്സി ടെർമിനൽ കാണണം. അമിനോ ടെർമിനൽ സെല്ലിന്റെ പുറത്താണ്, കാർബോക്സി ഇൻട്രാ സെല്ലുലാർ സെല്ലിനകത്താണ്. ഒറ്റ ഒരു പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 അമിനോ ആസിഡ് പ്ലസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ അമിനോ ആസിഡ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 1000-ഓളം അമിനോ ആസിഡ് ഉണ്ടാകും. നടുവിലുള്ള ഭാഗം സെൽ മെംബ്രെയിനിലാണ് ഇരിക്കുന്നത്. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 ട്രാൻസ് മെംബ്രെയിൻ ഹെലിസസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 7 എണ്ണം ഉണ്ടാവണം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 3 എണ്ണം ഇങ്ങനെ പൊങ്ങി നിൽക്കണം, 3 എണ്ണം ഇവിടെ ഇങ്ങനെ താഴും. സോ ഇതിനെ നമുക്ക് എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിൻ എന്ന് വിളിക്കാം. ഇത് ഇൻട്രാ സെല്ലുലാർ ഡൊമെയിൻ. സോ 3 എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയിൻ ആൻഡ് 3 ഇൻട്രാ സെല്ലുലാർ ഡൊമെയിൻസ് ഉണ്ടാവണം. ഇങ്ങനെ 7 എണ്ണം ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. ഒന്ന് 7 എണ്ണമുണ്ട്, ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ എന്നും വിളിക്കാം. ദെൻ അടുത്ത പേര് ഹെപ്റ്റയും 7 ആണ്. ഹെലിക്കൽ റിസപ്റ്റർ ആണ് വേറൊരു പേര്. ഇനി ഏകദേശം നോക്കിയാൽ ഒരു പാമ്പിനെ പോലെ ആയതുകൊണ്ട് സെർപെന്റൈൻ റിസപ്റ്റർ എന്നും വിളിക്കും. സോ ഇതെല്ലാമാണ് സ്ട്രക്ചർ അനുസരിച്ച് വിളിക്കാവുന്നത്. ഫംഗ്ഷൻ അനുസരിച്ച് വിളിക്കുന്നത് മെറ്റാബോട്രോപിക് receptors. So G proteins are metabotropic receptors. LGAC നമ്മൾ വിളിച്ചത് അയണോട്രോപിക് എന്നാണ് നമ്മൾ വിളിച്ചത്. ഇനി ഇവയുടെ ഈ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഇവയെ 5 ആക്കി തിരിക്കാം. നമ്മൾ അതിനുള്ള നിമോണിക് ഗ്രാഫ്സ് എന്നാണ് GRAFS ഗ്രാഫ്സ്. അപ്പൊ ആദ്യത്തെ G ഫോർ ഗ്ലൂട്ടമേറ്റ് ഫാമിലി ആണ് ഒരെണ്ണം. ഗ്ലൂട്ടമേറ്റ് ഫാമിലിയിൽ 22 പേരുണ്ട്. 22 പേര്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടെർമിനൽ, ദിസ് N ടെർമിനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടതായിരിക്കും, വലിയൊരു L ടെർമിനൽ ആയിരിക്കും. റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ലിഗൻസ് ഒന്ന് ഇവിടെയാണ് ബൈൻഡ് ചെയ്യുക. ഓക്കെ, അതാണ്
ഗ്ലൂട്ടമേറ്റ് ഫാമിലി. രണ്ടാമത്തത് ആറാണ്. ആറ് റോഡോപ്സിൻ ഫാമിലിയാണ്. റോഡോപ്സിൻ കണ്ണിൽ കേട്ടിട്ടുള്ളതാണ്, സെയിം സാധനം തന്നെയാണ്. ഇതിൽ 719 പേര് ഉണ്ട്. സോ ബിഗ്ഗസ്റ്റ്, ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫാമിലി ഓഫ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ലിഗൻസ് വന്ന് ഒട്ടിച്ചേരുന്നത് ഏകദേശം ഇവിടെയാണ്, ഇവിടെ വന്ന് ഇങ്ങനെ ഒട്ടിച്ചേരും. ഓക്കെ, റോഡോപ്സിൻ ഫാമിലി. മൂന്നാമത്തത് എ ആണ്, അഡ്ഹെഷൻ ഫാമിലിയാണ്. അഡ്ഹെഷൻ ഫാമിലിയിൽ 33 മെമ്പേഴ്സ് ഉണ്ട്. അത് ഈ എൻ ടെർമിനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. റിസപ്റ്റർ വന്ന് ഏകദേശം ഇവിടെയാണ് ഒട്ടിച്ചേരുക. സോ ഇതാണ് എൻ ടെർമിനൽ, അഡ്ഹെഷൻ ഫാമിലി. ഇനി എഫ് ഫോർ ഫ്രിസിൽഡ് അല്ലെങ്കിൽ അതിനെ വേറെ വിളിക്കുക ടേസ്റ്റ് ടു റിസപ്റ്റേഴ്സ് എന്നാണ്. ഇതിൽ ആകെ 25 മെമ്പേഴ്സ് ആണുള്ളത്. എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനും ഇതേപോലെ വലുതാണ്. പക്ഷെ ഇതിനകത്ത് ഫേമസ് റിസപ്റ്റേഴ്സ് വിൻഡ് ആണ്, വിൻഡ് റിസപ്റ്റേഴ്സ്, VWNT. ഇത് എംബ്രിയോളജിയിലാണ് ഇമ്പോർട്ടൻറ്റ്, ഫ്രിസിൽഡ് ഓർ ടേസ്റ്റ് 2. ഇനി അവസാനത്തത് സെക്രീറ്റിൻ ഫാമിലിയാണ്. സെക്രീറ്റിൻ ഫാമിലി, ഇതിനകത്ത് 16 മെമ്പേഴ്സ് ആണുള്ളത്. ഇതിന്റെ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ നമ്മൾ ഇതേപോലെ തന്നെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യുക, ലിഗൻഡ് വന്ന് ബൈൻഡ് ചെയ്യുക ഇവിടെയാണ്. സെക്രീറ്റിൻ ഫാമിലി, ഉദാഹരണം ഗ്ലൂക്കഗോൺ, പാരാത്തോർമോൺ ഒക്കെ സെക്രീറ്റിൻ ഫാമിലി ഓഫ് ജി പ്രോട്ടീൻ കപ്പിൾഡ്. സോ ഇതാണ് 5 തരം. 1, 2, 3, 4, 5 ഗ്രാഫ്സ്. ഇതാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഇതാണ് റിസപ്റ്റർ. ഇനി നമുക്ക് കാണേണ്ടത് ജി പ്രോട്ടീൻ. നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ ജി പ്രോട്ടീൻ. സോ ഇതിന്റെ കൂടെ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒറ്റ ഒരു പ്രോട്ടീൻ അല്ല, ഇത് 3 പ്രോട്ടീനുകൾ ചേർന്ന ഒരു കോമ്പിനേഷനാണ്. സോ ഇറ്റ് ഈസ് ജി ആൽഫ, ദെൻ ഗാമ ആൻഡ് ബീറ്റ. ഇങ്ങനെ 3 പ്രോട്ടീനുകൾ ചേർന്നാണ്. ഓക്കെ, ബീറ്റ, ഗാമ, ഇങ്ങനെ 3 പ്രോട്ടീനുകൾ ചേർന്ന ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ കൂടി ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിന് ഒപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് വിളിക്കുക. ഈ ജി ആൽഫ തന്നെ 16 തരമുണ്ട്, ജി ബീറ്റ 15 തരമുണ്ട്, ജി ഗാമ ഏകദേശം 12 തരമുണ്ട്. സോ ഇതിലേതെങ്കിലും ടൈപ്പ് ചേർത്തുണ്ടാക്കുന്നതായിരിക്കും ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ഒരെണ്ണം. സോ ഇതിനെ നമ്മൾ 3 എണ്ണമുള്ളതുകൊണ്ട് നമ്മൾ ഹെറ്ററോ എന്നാണ് വിളിക്കുക. ഹെറ്ററോ ട്രൈമെറിക് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. ഇതല്ലാതെ സിംഗിൾ ഒറ്റൊരു ജി പ്രോട്ടീൻ മാത്രം ഉള്ളതുണ്ട്. മോണോമെറിക്കും അവൈലബിൾ ആണ്. പക്ഷെ അതിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുക, അത് ഇൻട്രാ സെല്ലുലാർ സിഗ്നലിങ്ങിനാണ് ഉപയോഗിക്കുക. പക്ഷെ ഇത് പുറത്തുനിന്നുള്ള നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സ്, മരുന്നുകളൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു. മാറ്റം ഉണ്ടാക്കുന്നത് ഈ ഹെറ്ററോ ട്രൈമെറിക് ആണ്, മറ്റേത് മോണോമെറിക്. ജസ്റ്റ് കേട്ട് വെച്ചേക്ക്. ഇനി ഈ ജി പ്രോട്ടീൻ വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് റെസ്റ്റ്, ദാറ്റ് മീൻസ് ദർ ഈസ് നോ റിസപ്റ്റർ ബൗണ്ട് ലിഗൻഡ്. അത് ലിഗൻഡ് ഇല്ല, ലിഗൻഡ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അറ്റ് റെസ്റ്റ് എന്ന് പറയും. സോ ദർ ഈസ് നോ ലിഗൻഡ് ഹിയർ, ഇവിടെ ഒട്ടിച്ചേർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇരിക്കുന്നത് ഏകദേശം ഇതേപോലെയാണ്. ഓക്കെ, ഇത് ആൽഫ സബ് യൂണിറ്റ്, ഇത് ബീറ്റ സബ് യൂണിറ്റ് ആൻഡ് ദിസ് ഈസ് ഗാമ സബ് യൂണിറ്റ്. സോ ഇങ്ങനെയാണ് ഇത് പിടിച്ചിരിക്കുക. ആൻഡ് ദർ ഈസ് എ GDP ബൗണ്ട്. ആൽഫ സബ് യൂണിറ്റിൽ ഒരു GDP എന്ന് പറയുന്നത്, GDP നമുക്കറിയാം ATP, ADP, AMP എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനമാണ് GDP. സോ ഇത് GDP ഉള്ളത് കൊണ്ടാണ് ഈ പ്രോട്ടീനെ നമ്മൾ ജി പ്രോട്ടീൻ എന്ന് പറയും. പക്ഷേ ഇവിടെ ഒരു ലിഗൻഡ് ഇവിടെ വന്ന് പിടിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു ഡ്രഗ് ഓർ ലിഗൻഡ് ഇവിടെ വന്ന് പിടിക്കുമ്പോൾ പിക്ചർ മാറി. ഇങ്ങനെയല്ല ഇനി ഇരിക്കുക. നാവ് അങ്ങനെ ഡ്രഗ് വന്ന് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുക ഇതിനെ ആക്റ്റീവ് എന്നാണ്. ഇപ്പൊ നേരത്തെ ഓഫ് സ്റ്റേജ് എന്നാണ് പറയുക. ഓഫ് സ്റ്റേജിന്റെ പടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓഫ് സ്റ്റേജ്. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവ് ഓർ ഓൺ സ്റ്റേജ് ആയി. ഇവിടെ വന്ന് റിസപ്റ്ററിൽ ഡ്രഗോ ലിഗൻഡോ വന്ന് പിടിക്കുമ്പോൾ now this is on stage. ഇപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുക? ഓൺ സ്റ്റേജിൽ 2 വ്യത്യാസമാണ് ഉണ്ടാകുക. ഒന്ന്, ഈ ആൽഫ സബ് യൂണിറ്റ് ഇവിടെ നിന്ന് വിട്ടുപോകും. സോ ആൽഫ സബ് യൂണിറ്റ് നൗ ഹിയർ, ഇവിടെ എത്തി. ആൽഫ സബ് യൂണിറ്റ് വിട്ടുപോകുന്നു. സെൽ മെംബ്രെയിനിൽ നിന്ന് ഇവിടെ നിന്ന് വിട്ടുപോയി സെൽ മെംബ്രെയിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകും. 2, ആൽഫ സബ് യൂണിറ്റ് ഉള്ള GDP പോയി അവിടെ പുതിയ ആള് വന്ന് പിടിക്കുന്നു. അയാളുടെ പേര് GTP എന്നാണ്. സോ നൗ GTP ഈസ് ബൗണ്ട്. GDP പോയി അവിടെ പകരം GTP വന്ന് പിടിക്കുന്നു. GTP വന്ന് പിടിക്കുന്നു. GDPയും GTPയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടുതലുണ്ട്. ഫോസ്ഫേറ്റ് ആണ് ഹൈ എനർജി ബോണ്ടുകൾ എന്ന് പറയുന്നത്. സോ നൗ ഇറ്റ് ഈസ് ഇൻ ആൻ എനർജൈസ്ഡ് സ്റ്റേറ്റ്. നേരത്തെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ ദിസ് ആൽഫ ഈസ് നൗ ഇൻ എനർജൈസ്ഡ് സ്റ്റേറ്റ്. സോ ബീറ്റ ഗാമ ഇവിടെ ഉണ്ട്. ഇത് ബീറ്റ, ഇത് ഗാമ, ഇതും ഇവിടെ പിടിച്ചിട്ടിരിപ്പുണ്ട്. ഇതാണ് ആ മാറ്റം. GTP ബൗണ്ട് G ആൽഫ ഓർ ആക്ടിവേറ്റഡ് G ആൽഫ നിസ്സാരക്കാരനല്ല. ഇനിയുള്ള കഥകൾ മൊത്തം കൊണ്ടുപോകുന്നത് ഈ G ആൽഫയുടെ പൂണ്ട് വിളയാട്ടമാണ്. സോ G ആൽഫ നമ്മൾ ഓൾറെഡി പറഞ്ഞു പല തരമുണ്ട്. ഒന്ന് G ആൽഫ S എന്ന് പറയുന്ന തരമുണ്ട്.
2 ജി ആൽഫ ക്യൂ ബാർ 11 എന്ന് പറയുന്ന തരം. മൂന്നാമത്തത് ജി ആൽഫ ഐ ഇൻഹിബിറ്ററി ആണ് അല്ലെങ്കിൽ നോട്ട്, മൂന്നാമത്തെ തരം. നാലാമത്തെ ഒരാൾ കൂടിയുണ്ട്, നാലാമത്തെ ജി ആൽഫ 12 ബാർ 13. ഈ ജി ആൽഫ 12 ബാർ 13 റോ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇനി നമ്മൾ ഒന്നും മിണ്ടില്ല. ഓക്കെ, ഒരക്ഷരം കമ എന്നൊരക്ഷരം ഞാൻ ഇനി പറയില്ല. അപ്പോൾ 3 പേരായി. 1 ഈസ് ജി ആൽഫ എസ്, second is G alpha Q bar 11, third is G alpha I bar naught. 3 പേരായി. ഇത് രണ്ടും these two G alpha S and G alpha Q are stimulatory ആണ്. Stimulatory type ആണെങ്കിൽ G alpha I പേരിൽ തന്നെ ഉണ്ട് I for inhibitory or not, ഒന്നും ചെയ്യില്ല. Okay, so this is inhibitory or depressive ആണെങ്കിൽ this is excitatory ആണ്. Excitatory type ആണ് G alpha S. So S for stimulation, okay, I for inhibition. So 3 തരം G alpha S, G alpha Q and G alpha I. ഇപ്പോൾ GTP ഒട്ടിച്ചേർന്ന G alpha S, G alpha S with a GTP കൂടെ GTP കൂടി ഉണ്ടെന്ന് കരുതുക. So GTP bound G alpha S ചെയ്യുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെൽ മെംബ്രെയിനിലാണ് കേട്ടോ ഈ സംഭവിക്കുക. ഇതാണ് ഞാൻ ഈ പടം വരച്ചിരിക്കുന്ന സാധനം. ഓക്കെ, G alpha bound GTP bound G alpha S ആണ്. ഇത് അടുത്ത സെൽ മെംബ്രെയിനിൽ ഇരിക്കുന്ന വേറൊരാളെ ആക്ടിവേറ്റ് ചെയ്യും. അയാളുടെ പേര് അഡിനൈലൈറ്റ് സൈക്ലേസ് എന്നാണ്. ചുമ്മാ ഇരുന്ന് ബോറടിച്ചോണ്ടിരിക്കുന്ന അഡിനൈലൈറ്റ് സൈക്ലേസിനെ പോയി ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആകും. ആക്ടിവേറ്റഡ് അഡിനൈലൈറ്റ് സൈക്ലൈസ്. സോ ദിസ് ആൻ എൻസൈം. അഡിനൈലൈറ്റ് സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ശരീരത്തിൽ 9 തരം അഡിനൈലൈറ്റ് സൈക്ലേസ് ഉണ്ട്. ജി ആൽഫയ്ക്ക് ആണെങ്കിൽ എല്ലാത്തിനും ഈ 9 തരം അഡിനൈലൈറ്റ് സൈക്ലേസിനെയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഡിനൈലൈറ്റ് സൈക്ലേസിന്റെ ജോലി എന്താ? അഡിനൈലൈറ്റ് സൈക്ലേസിന്റെ പണി എന്ന് പറയുന്നത് ATP പിടിച്ചിട്ട് ഒടിച്ചു മടക്കി ഒരു സൈക്ലിക് രൂപത്തിലാക്കുക. സൈക്ലിക് AMP ആക്കി മാറ്റുകയാണ് അഡിനൈലൈറ്റ് സൈക്ലേസിന്റെ ജോലി. സോ ദിസ് വിൽ ബി ഇൻക്രീസ്. സോ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് സൈക്ലിക് AMP. ഇപ്പോ ATPക്ക് പകരം GTP ആണെങ്കിൽ സൈക്ലിക് GTP ആയിരിക്കും, GMP ആയിരിക്കും കൂടുതൽ. പക്ഷെ ഇതല്ല കൂടുതൽ, ഏറ്റവും കൂടുതൽ സൈക്ലിക് AMP ആണ്. എനിവേ, ഇൻക്രീസ്ഡ് അഡിനൈലൈറ്റ് സൈക്ലേസ് ആക്ടിവിറ്റി മീൻസ് ഇൻക്രീസ്ഡ് സൈക്ലിക് AMP ഇൻസൈഡ് ദ സെൽ. മിന്നൽ മുരളിക്ക് മാത്രമല്ല കറണ്ട് അടിച്ചിരുന്നത്, ഷിബുവിനും കറണ്ട് അടിച്ചിരുന്നു. ദാറ്റ് മീൻസ് ജി ആൽഫ ക്യൂ ബാർ 11നും എന്തുണ്ട്? ഇപ്പോ GTP ഉണ്ടായിരുന്നു. GTP ഉണ്ടെങ്കിൽ ഇത് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. സോ വാട്ട് ഹി വിൽ ഡു ഈസ്, ഇത് സൈറ്റോപ്ലാസത്തിൽ ഇവിടെ വെറുതെ കിടന്നുറങ്ങിയിരിക്കുന്ന ഫോസ്ഫോലിപ്പേസ് ബീറ്റ എന്ന് പറഞ്ഞ ഒരാളെ പൊക്കി കൊണ്ടുവന്ന് വിടാൻ. ഓക്കെ, ഫോസ്ഫോലിപ്പേസ് ബീറ്റ. എന്താണ് ഫോസ്ഫോലിപ്പേസ്? സെൽ മെംബ്രെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ സെൽ മെംബ്രെയിൻ ഇടിച്ച് പൊട്ടിക്കുകയാണ് ഇയാളുടെ പണി. സെൽ മെംബ്രെയിൻ ഇടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ കണ്ടെയ്ൻസ് ഫോസ്ഫോലിപ്പിഡ്സ് ആണുള്ളത്. ഈ ഫോസ്ഫോലിപ്പിഡ്സിനെ അപ്പോൾ ഇടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പോൾ ആക്ടിവേറ്റഡ് ഫോസ്ഫോലിപ്പേസ് ബീറ്റ വിൽ പ്രൊഡ്യൂസ് 2 കാര്യങ്ങൾ ഉണ്ടാക്കും. ഇതിൽ നിന്ന് 1 ഈസ് IP3 ഉണ്ടാക്കും, 2 ഡൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. എവിടെ നിന്നുണ്ടാക്കും? ഓൺ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലാണ് ഉണ്ടാക്കുക. ഓക്കെ, സോ IP3 ഈസ് അയനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഡൈ അസൈൽ ഗ്ലിസറോൾ. DAG ഈസ് ഡൈ അസൈൽ ഗ്ലിസറോൾ. മൂന്നാമത്തെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പേര് G ആൽഫ I ബാർ നോട്ട് ആണ്. അദ്ദേഹത്തിനും GTP കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രയോജനം, പുള്ളി ആള് നിസ്സംഗനാണ്. വാട്ട് ഹി വിൽ ഡു ഈസ്, G ആൽഫ ചെയ്യുന്ന ഈ പണിക്ക് നേരെ എതിരാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം. പുള്ളി സൈക്ലിക് AMP ഉണ്ടാകുന്നത് തടയുക. സോ ദ ഡിക്രീസ് സൈക്ലിക് AMP. സോ G ആൽഫ I ബാർ G നോട്ട് ഡിക്രീസ് സൈക്ലിക് AMP. സൈക്ലിക് AMPയുടെ സെല്ലിനകത്തുള്ള അളവ് കുറയും. സോ അതുകൊണ്ട് ദിസ് ഈസ് ഇൻഹിബിറ്ററി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻഹിബിറ്റർ ആർ മിക്കവാറും സെല്ലിനെ തളർത്തുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ചെയ്യുക. ഓക്കെ, നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം. പക്ഷെ ചില സമയത്തെങ്കിലും അങ്ങനെ ആയിരിക്കില്ല എന്നും കൂടി ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഇപ്പോൾ ആരൊക്കെ ഉണ്ടായത് ഇവിടെ? 1 ബിക്കോസ് ഓഫ് G ആൽഫ S വഴി സൈക്ലിക് AMP ഉണ്ടായി. G ആൽഫ Q ബൈ G ആൽഫ നോട്ട് 11 വഴി IP3 ഉണ്ടായ DAG ഉണ്ട്. സോ വാട്ട് ഈസ് ദിസ്? ഇതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്നാണ്. സോ G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ ആക്ട് ബൈ സെക്കൻഡ്
സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് നമ്മൾ പറയാൻ കാരണം ഇതാണ്. ഓക്കെ, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഇനി ഇവരാണ് മിക്കവാറും ഇതിന്റെ പണി മൊത്തം ചെയ്യുക. സോ ദിസ് ഇസ് ദ ടാസ്ക് ഫോഴ്സ് വർക്ക് ഫോഴ്സ് ഓഫ് GR, പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇനി ഇവരുടെ പണികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇയാൾ എന്ത് ചെയ്യുന്നു, DAG എന്ത് ചെയ്യുന്നു, സൈക്ലിക് AMP എന്ത് ചെയ്യുന്നു. സോ ഇവയെ നമ്മൾ സെക്കൻഡ് മെസ്സഞ്ചർ. സോ ദിസ് ഇസ് എ സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ G-alpha-S വഴി സൈക്ലിക് AMP കൂടുതലായി ഉണ്ടായി, ഇൻക്രീസ്ഡ് സൈക്ലിക് AMP ഉണ്ടായി. ഇനി സൈക്ലിക് AMP എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ ഞെട്ടിക്കൊണ്ടേയിരിക്കും. ഒന്ന്, ആദ്യം ചെയ്യുന്ന പണി, ഇറ്റ് ആക്ടിവേറ്റ്സ് അനദർ എൻസൈം കോൾഡ് ആസ് പ്രോട്ടീൻ കൈനേസ് എ, PKA എന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട്. പ്രോട്ടീൻ കൈനേസ് എ അത് സൈറ്റോപ്ലാസത്തിനകത്തുള്ള ഒരു പ്രോട്ടീൻ കൈനേസ് ആണ്. സോ കൈനേസസ് ആണ്, ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ദിസ് ക്യാൻ ആക്ടിവേറ്റ്, ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ സെല്ലിനകത്ത് വിവിധ തരം പ്രോട്ടീനുകളൊക്കെ കിടപ്പുണ്ടല്ലോ, ഈ പ്രോട്ടീനുകളെല്ലാം ഈ പ്രോട്ടീൻ കൈനേസ് എ ചെന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അവർ. സോ ദിസ് പ്രൊഡ്യൂസസ് ഷോർട്ട് ലാസ്റ്റിംഗ് എഫക്റ്റ് ഒക്കെയാണ് ഉണ്ടാക്കുക. എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്രോട്ടീൻ്റെ അടുത്ത് നോക്കും, പ്രോട്ടീനകത്ത് സെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടോ, ത്രിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടോ, ഇത് രണ്ടും കണ്ടെങ്കിൽ പുള്ളി പോയി അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അങ്ങോട്ട് കൊടുക്കും. സോ ഇറ്റ്സ് എ സെറിൻ ആക്ടിവേറ്റിംഗ് ഓർ ഫോസ്ഫോറിലേറ്റ് എൻസൈം ആണ് ആര്, പ്രോട്ടീൻ കൈനേസസ് എ. സോ ഈ പ്രോട്ടീനിലൊരു ഫോസ്ഫേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വെറുതെ ഇരിക്കില്ല, പുള്ളി ചാടിപ്പോയി എന്തൊക്കെയാണോ പണി പുള്ളി ഏൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം കൂടുതലായിട്ട് ചെയ്യും. സോ ദ സെൽ ഈസ് നൗ ആക്ടിവേറ്റഡ്. സോ അൾട്ടിമേറ്റ് എഫക്റ്റുകൾ ഒക്കെ ഉണ്ടാക്കും. ഇനി രണ്ടാമത് സൈക്ലിക് AMP എന്തൊക്കെ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷോർട്ട് ടേം ആക്ഷൻ ആണ്. ഇനി ദീർഘനാൾ ലോങ് ടേം എഫക്റ്റ് ആണ്. അത് ചെയ്യുന്നത് ക്രബ് എന്ന് പറയുന്ന ചില പ്രോട്ടീനുകൾ. ഈ ക്രബ് പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യും. സോ ഇവിടെ ക്രബ് പ്രോട്ടീൻ ആണ് ഇരിക്കുന്നതെങ്കിൽ, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ, ഇത് DNA ആണെങ്കിൽ, ക്രബ് പ്രോട്ടീൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ സൈക്ലിക് AMP വഴി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഓടി ന്യൂക്ലിയസിലേക്ക് പോകും. സോ ന്യൂക്ലിയസ് ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ DNA ആണത്. DNA-യുടെ അകത്ത് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ക്രബ് പ്രോട്ടീൻ ഇവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, പുതിയ പ്രോട്ടീൻസ് ഉണ്ടാകും. സോ ഇയാളുള്ള പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇയാൾ പുതിയ പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സോ രണ്ടും കൂടി എടുക്കുമ്പോഴത്തേക്കും ദിസ് വിൽ ടേക്ക് ലോങ്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കും. സോ ഇത് ക്രബ് DNA-യിലാണ് ആക്ട് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ടാണ് ആക്ട് ചെയ്യുക. ഇനിയും പണിയുണ്ട് സൈക്ലിക് AMP. സൈക്ലിക് AMP ഇവിടെ ഒന്നും നിർത്തുന്നില്ല. സൈക്ലിക് AMPക്ക് വേണമെങ്കിൽ സെല്ലിന്റെ അകത്ത് പോയി ഏതെങ്കിലും അയോൺ ചാനലുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തുറക്കാൻ പറ്റും. അയൺ ചാനലുകൾ എന്ന് വെച്ചാൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് സോഡിയമോ അല്ലെങ്കിൽ കാൽഷ്യമോ ഒക്കെ കയറുന്ന ടൈപ്പ് ഓഫ് അയൺ ചാനലാണ്. ഏതാണ് ആ അയോൺ ചാനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCN ചാനലാണ്. HCN എന്ന് വെച്ചാൽ ഹൈപ്പർ പോളറൈസേഷൻ ആൻഡ് സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഗേറ്റഡ് ചാനൽ. ഇത് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഇയർ ഫിസിയോളജിയിൽ, ഹൃദയത്തിനകത്ത് SA നോഡിലാണ് പഠിച്ചത്. വേറൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും, ഫണ്ണി ചാനലാണ്. ഫണ്ണി ചാനലിനകത്ത് ദിസ് സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഗേറ്റഡ് ചാനലാണ്. സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഇവിടെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും ദിസ് ക്യാൻ ഓപ്പൺ ആൻഡ് ഇൻക്രീസ്. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്നത് β1 റിസപ്റ്ററിൽ പോയി പിടിക്കുമ്പോൾ β1 GS പാത്വേ ആണ്, ഇൻക്രീസ് സൈക്ലിക് AMP ആണ്. β1 വഴി ഇവിടെ വന്ന് പിടിക്കുമ്പോഴത്തേക്കും ഈ ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കുമ്പോൾ ഹൃദയത്തിന്റെ മിടിപ്പ്, ഹൃദയത്തിന്റെ ശക്തി എല്ലാം വർദ്ധിക്കും. ഇതാണ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ഇതാണ് തിയററ്റിക്കൽ എക്സാമ്പിൾ. ഇനി സൈക്ലിക് AMP വീണ്ടും അടുത്ത ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് EPAC. ഞാൻ ഇതെല്ലാം എന്താണ് എന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ എന്റെ ഇംഗ്ലീഷ് വീഡിയോ കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ കാണാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് EPAC, ദാറ്റ് ഈസ് അനദർ പാത്ത്. സോ സൈക്ലിക് AMP ഈസ് എ മൾട്ടിപ്ലയർ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് എന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും എന്റെ ചോദ്യം, അപ്പോൾ G-alpha-Qയിൽ നിന്നും G-alpha-11 ഈ സിസ്റ്റത്തിൽ നിന്നുണ്ടായ IP3യും DAGയും വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, ഇവരും നിരന്തരമായ പ്രവർത്തനത്തിലാണ്. എന്ത് ചെയ്യും? DAG, ഡൈഅസൈൽ ഗ്ലിസറോൾ ചെയ്യുന്നത് പ്രോട്ടീൻ കൈനേസ് C. നേരത്തെ നമ്മൾ പറഞ്ഞത് സൈക്ലിക് AMP പ്രോട്ടീൻ കൈനേസ് A ആണെങ്കിൽ ഇത് പ്രോട്ടീൻ കൈനേസ് C എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ സെല്ലിനകത്തുള്ള ഒരു പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇയാൾ പിന്നെ പോയി പല പണിയായിരിക്കും. സോ സെയിം ലൈക്ക് പ്രോട്ടീൻ കൈനേസ് A. IP3 നേരെ ഇപ്പോ ഇത് ന്യൂക്ലിയസ് ആണ്. IP3 സെല്ലിനകത്ത് കൂടുമ്പോൾ ഇത് IP3 ആണെങ്കിൽ IP3യുടെ റിസപ്റ്ററിൽ പൂട്ടിച്ചേരുന്നു. എവിടെയാണ് റിസപ്റ്റർ ഇരിക്കുക? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അവിടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ IP3 റിസപ്റ്റേഴ്സ് ഉണ്ട്. IP3 പോയി അവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോഴത്തേക്കും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിഭീകരമായ ബോംബുകളാണ്. എന്താണ് ആ ബോംബിന്റെ പേര്? അതിന്റെ പേരാണ്
കാൽഷ്യം. കാൽഷ്യം സെല്ലിനകത്ത് വെറുതെ ഒന്നും അങ്ങനെ ഇടില്ല എന്ന് നമുക്കറിയാം. കാൽഷ്യം പ്രത്യേകിച്ച് വളരെയധികം ടോക്സിക് ആണ്. സോ അത് പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അറകളെയാണ് നമ്മൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ പറയും. അതിനകത്ത് കാൽഷ്യം പുറത്തിയാടി. കാൽഷ്യം ഈസ് നൗ ദ തേർഡ് മെസ്സഞ്ചർ. സോ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് നമ്മൾ കണ്ടു, ഇപ്പൊ തേർഡ് മെസ്സഞ്ചർ ആയിട്ട് നമ്മൾ കാൽഷ്യം കൂടി കണ്ടു. കാൽഷ്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാൽഷ്യത്തിന് ബൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേര് കാൽമോഡുലിൻ എന്നാണ്. കാൽമോഡുലിൻ. ഈ കാൽമോഡുലിൻ ഒരു മൊടന്തനാണ്, ഹിഞ്ച് ഷേപ്പിലാണ്, ഇങ്ങനെയൊക്കെ. ഓക്കെ, കാൽഷ്യം പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് മണ്ണൻ നിവർന്ന് സ്വന്തം കാലിൽ നിൽക്കാനാകും. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞല്ല, ദിസ് ഈസ് ലൈക്ക് അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. നേരെ നിൽക്കും കാൽഷ്യം. സോ കാൽഷ്യം ബൗണ്ട് കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സ് എന്നാണ് അതിനെ വിളിക്കുക. കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലക്സ്. ഓക്കെ, CAM. നൗ ഇത് പോയി സെല്ലിനകത്തുള്ള വിവിധ പ്രോട്ടീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരെ ഇടയിലോട്ട് പോയി ചെയ്യും. ഓക്കെ, അവർ ഒട്ടിച്ചേരാത്ത കാരണം നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ്. സോ കാൽഷ്യം ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. ഇതിനിടയിൽ പോകുമ്പോഴത്തേക്കും ദേ ബിക്കം ആക്റ്റീവ്. സോ ദേ ആക്ടിവേറ്റ് thousands and thousands of പ്രോട്ടീൻ. സെല്ലിനകത്തുള്ള ആയിരക്കണക്കിന് പ്രോട്ടീനുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മയോസിൻ, ലൈറ്റ് ചെയിൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈം. അതെവിടെയാണ് നമ്മൾ കേട്ടുള്ളത്? മസിൽ കൺട്രാക്ഷൻ. അവർ മുട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ആക്ടിനും ഫിലിൻ ഒക്കെ തമ്മിലെടുക്കാതിരിക്കുകയായിരുന്നു. ഇപ്പൊ പോയി കാൽമോഡുലിൻ അവിടെ ചെന്ന് രണ്ടിനെയും കൂടി ചേർക്കുമ്പോഴത്തേക്കും അവർ കൺട്രാക്ഷൻ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ എക്സാമ്പിൾ. ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും കാൽഷ്യം മൂലം നടക്കും. അപ്പൊ GQ/G11 നടക്കുന്നത് IP3 ഉണ്ടാകും, DAG ഉണ്ടാകും. IP3 കാൽഷ്യം കുടത്തിൽ നിന്ന് തുറന്നു വിടും. DAG പ്രോട്ടീൻ കൈനേസ് C-നെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് GI/G0 അല്ലെ, ഇവരെന്ത് ചെയ്യായിരുന്നു? ഇവരെന്ത് ചെയ്യുന്ന എന്തായിരുന്നു? ഡിക്രീസ് സൈക്ലിക് AMP എന്നാണ് നമ്മൾ പറഞ്ഞത്. സെല്ലിനകത്ത് സൈക്ലിക് AMP കുറയും. സെല്ലിനകത്ത് സൈക്ലിക് AMP കുറയുമ്പോൾ ഒരുപാട് പ്രോട്ടീൻസിന്റെ ഒക്കെ ആക്ഷൻ കുറയും. സെല്ലിനകത്തുള്ള ഒരുപാട്, ഇപ്പൊ ഇത് സെല്ലാണെങ്കിൽ അതിനകത്ത് സൈക്ലിക് AMP കുറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ ആക്ഷൻ ഒക്കെ കുറയും. സോ വൺ എഫക്ട് ഈസ് ദാറ്റ് ഇവിടെയുള്ള ഒരു പൊട്ടാസ്യം ചാനൽ അപ്പൊ തുറക്കപ്പെടും. പൊട്ടാസ്യം ചാനൽ അടച്ചു വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പണി നിർത്തുമ്പോഴത്തേക്കും ഈ പൊട്ടാസ്യം ചാനൽ തുറക്കും. നമുക്കറിയാം പൊട്ടാസ്യം ഈസ് ഇൻസൈഡ്, ഇൻട്രാ സെല്ലുലാർ അയോൺ ആണ്. കിട്ടിയ അവസരത്തിൽ അണ്ണന്മാർ പുറത്തേക്ക് ഓടും, ജീവനം കൊണ്ട് ഓടി പൊട്ടാസ്യം പുറത്തേക്ക് പോകും. പൊട്ടാസ്യം ഈസ് എ പോസിറ്റീവ് ചാർജ് ആണ്. പൊട്ടാസ്യം പോസിറ്റീവ് ചാർജ് ആകുമ്പോഴത്തേക്കും പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോകുമ്പോൾ സെല്ലിനകം നെഗറ്റീവ് ആകും. സെല്ലിനകം നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോട്ടീൻ നേരത്തെ രണ്ട് തമ്മിൽ അടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുക്കാൻ പറ്റില്ല. അവരനങ്ങാതിരിക്കും, തമ്മിൽ ബന്ധപ്പെടാതെ അനങ്ങാതിരിക്കും. സോ ഒരു ചുക്കും നടക്കില്ല സെല്ലിനകത്ത്, ഒരു പണി നടക്കില്ല. സോ ഇറ്റ് ഈസ് ഇൻഹിബിറ്ററി ആണ്. സോ ഇതാണ് ഇൻഹിബിഷൻ നടക്കാനുള്ള ഒരു കാരണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ റിസപ്റ്റേഴ്സ്, ഇവിടെയുള്ള റിസപ്റ്റേഴ്സ് ഓപ്പിയോയിഡ് റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. അവിടെ മോർഫിൻ പോലെയുള്ള അല്ലെങ്കിൽ എൻഡോജീനസ് മോർഫിൻ കോമ്പൗണ്ട്സ് ഒന്ന് പിടിച്ചു എന്ന് വിചാരിക്കുക. സോ ദേ ആക്ടിവേറ്റ് സൈക്ലിക് GI/G0, ഡിക്രീസ് സൈക്ലിക് AMP. ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വേദന ഉണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആയിരിക്കാം. ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന് ചെയ്യേണ്ട പണി എന്താ? അടുത്ത ആൾക്കാരെ ബ്രെയിനിലേക്ക് അറിയിക്കലാണ് ഈ പണി. ഇവിടെ പക്ഷെ ഒന്നും നടക്കുന്നില്ല അല്ലെ, സെൽ ഈസ് ഡിപ്രസ്. സോ ബ്രെയിനിലേക്ക് ഞാനൊന്നും അറിയിക്കാൻ പോകുന്നില്ല. സോ ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് ആക്കി വരികയാണ്. സോ വാട്ട് ഹാപ്പൻ? നമുക്കപ്പോൾ വേദന കുറവായിട്ട് തോന്നും. ഇതാണ് സംഭവിക്കുക. സോ വൺ എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മാത്രമൊന്നുമല്ല, സെൽ ബിക്കം ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് വരെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഹൃദയത്തിൽ അട്രോപ്പിൻ ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള പല പണികളുണ്ട്. സോ വൺ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. സോ ഡിക്രീസ് സൈക്ലിക് AMP മൂലം നടക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. സോ മരുന്ന് റിസപ്റ്ററിന്റെ എവിടെയാണ് പിടിച്ചത്? നടന്ന കാര്യങ്ങളെല്ലാം ഇവിടെയാണ് അല്ലെ. ഇവിടുന്ന് എന്തൊക്കെ ഉണ്ടായി? സൈക്ലിക് AMP കൂടുതൽ വരെ ഉണ്ടായി, ദെൻ IP3 ഉണ്ടായി, DAG ഉണ്ടായി, കാൽഷ്യം ഉണ്ടായി, പിന്നെ അവിടെ നിന്ന് ഒരു ചെയിൻ ഓഫ് ഇവന്റ്സുകൾ വേറെ ഒരുപാട് നടന്നു. സോ ദീസ് ആർ കോൾഡ് ആസ് ദ ഇൻട്രാസെല്ലുലാർ ഇവന്റ്സ് ബിക്കോസ് ഓഫ് ദ കോമ്പിനേഷൻ ഓർ ബൈൻഡിങ് ഓഫ് ലിഗൻഡ് വിത്ത് ദ G protein coupled receptor. നമുക്കിത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കാൻ പറ്റൂ? ഇല്ല. വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ് അല്ലെ. ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് അവിടെ നിർത്തണം. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് ഈ ഉണ്ടായ സൈക്ലിക് AMP തട്ടിക്കളയാണ്. സൈക്ലിക് AMP അമിതമായിട്ട് കൂടിയാൽ അതിനെ തട്ടിക്കളയുന്ന എൻസൈമാണ് ഫോസ്ഫോഡൈഎസ്റ്ററേസസ് എന്ന് പറയും. ഒരുപാട് തരം ഫോസ്ഫോഡൈഎസ്റ്ററേസസ് ഉണ്ട്. ഓരോ സെല്ലിനകത്തും ഒക്കെ വ്യത്യസ്തമായ ഫോസ്ഫോഡൈഎസ്റ്ററേസ് ആണ്. സോ ഫോസ്ഫോഡൈഎസ്റ്ററേസ് ക്യാൻ കിൽ ഓർ ഡിസ്ട്രോയ് ദ സൈക്ലിക് AMP. ഇപ്പൊ നമ്മൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു മരുന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കുക? സൈക്ലിക് AMPയുടെ ലെവൽ കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് അനദർ വേ G
പ്രോട്ടീൻ കപ്പിൾഡ് അല്ലാതെ നമുക്ക് സെയിം എഫക്റ്റ് കിട്ടാനുള്ള വേറെ ചില ആക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ്. സോ എനിവേ ഫോസ്ഫോഡൈസ്റ്റേഴ്സ് ക്യാൻ ഡിസ്ട്രോയ് ദ സൈക്ലിക് AMP. ഇനി സൈക്ലിക് AMP അല്ലാതെ ഈ റിസപ്റ്ററിനെ ഇവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇട്ടാൽ, കുപ്പത്തൊട്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോട്ടിയോസോമൽ എൻസൈംസ് ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്ന എല്ലാം ബാക്കി വന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള സെല്ലിനകത്തുള്ള സംഭവത്തെ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ചില പ്രോട്ടീൻ ഉണ്ട്, അവയെ നമ്മൾ RGS പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുക. സോ അത് പണി കഴിഞ്ഞ റിസപ്റ്റേഴ്സിനെയൊക്കെ പിരിച്ച് വിളിച്ചിട്ട് അവസാനം അവ നശിപ്പിക്കും, കൊല്ലാനായിട്ട് കൊണ്ട് പ്രോട്ടിയോസോമിൽ എത്തിക്കുക, തട്ടുക. സോ റിസപ്റ്റേഴ്സിൽ ലിഗൻഡ് ഒട്ടിച്ചേർന്നാൽ പ്രവർത്തനം ഉണ്ടാകുന്നു, ശേഷം ലിഗൻഡ് വിട്ടുപോകുന്നു. ജിആൽഫയിൽ വീണ്ടും GDP ഒട്ടിച്ചേരും. സോ ഇതെല്ലാം പണി കഴിയുമ്പോഴത്തേക്കും ജിആൽഫയിൽ വീണ്ടും ആര് വന്ന് പിടിക്കും? GTP പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അണ്ണൻ ആക്ടിവേറ്റ് ആയി പല പണിയും ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും GDP വന്ന് ബൈൻഡ് ചെയ്യും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഡീസെൻസിറ്റൈസേഷൻ പ്രോസസ് എന്താണ്, റിസപ്റ്റർ അങ്ങനെ സൂപ്പർ സെൻസിറ്റൈസ്ഡ് ആവും, ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് പറയാനുള്ളത് ചില എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് അബൌട്ട് IP3. IP3ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ IP3 IP2 ആയിട്ട് മാറുന്നുണ്ട്. ഈ IP2 എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ്. പിന്നെ അത് IP ആവുന്നു. ഫോസ്ഫോ ഇല്ലാത്ത ഐനോസിറ്റോൾ മാത്രമാവുന്നു, വീണ്ടും സെൽ മെമ്പറേയും കൊണ്ട് പിടിപ്പിക്കുന്നു. സോ ഇതിനെ നമ്മൾ റീസൈക്ലിംഗ് എന്നാണ് പറയാം. സോ IP3 ഗെറ്റ് റീസൈക്കിൾ. ഇപ്പൊ നമ്മൾ ദർ ഈസ് ആൻ ഡ്രഗ്, ഈ റീസൈക്ലിംഗ് തടയുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ലിത്തിയം എന്ന് ഓർത്ത് വെച്ചേക്കുക. വാൽപ്രോവേറ്റിനും ഇത് കുറച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയപ്പെടും. സോ ലിത്തിയത്തിന്റെ മെക്കാനിസം ആക്ഷൻ ഇതാണ്, IP3 റീസൈക്ലിംഗ് തടയും. IP3 ഉണ്ടാവില്ല, IP3 ഇല്ലെങ്കിൽ ആ എഫക്റ്റ് ഒന്നും നടക്കും. സോ അത്രേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഫാർമക്കോളജിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എക്സാമ്പിൾ മസ്റ്റ് ആണ്. ഇപ്പൊ GS പാത്വേ വഴി പ്രവർത്തിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സോ ഇംഗ്ലീഷ് സൈക്ലിക് AMP ഉണ്ടാക്കുന്ന റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം നമ്മൾ പറയേണ്ടത് β1 റിസപ്റ്റേഴ്സ്, β2 റിസപ്റ്റേഴ്സ്, രണ്ടും അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആണ്. ഹിസ്റ്റമിൻ H2 റിസപ്റ്റർ, H1 അല്ല H2 റിസപ്റ്റർ. ദെൻ കാൽസിറ്റോണിൻ, ഗ്ലൂക്കഗോൺ പോലെയുള്ളത്. ദെൻ ഡോപ്പമിന് പല റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ D1 മാത്രമാണ്. അഡിനോസിന്റെ അഡിനോസിൻ A2 റിസപ്റ്റേഴ്സ്. ദെൻ FSH, LH, TSH എക്സെട്ര. സോ ഇതെല്ലാം GS വഴി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ GSനെ ആക്ടിവേറ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സുകളാണ്. അല്ലെങ്കിൽ ഈ റിസപ്റ്റേഴ്സിനെല്ലാം GS വഴിയാണ് പ്രവർത്തിക്കുക. ഇനി പറയുന്ന റിസപ്റ്റേഴ്സ് എല്ലാം GQ/G11 വഴി പ്രവർത്തിക്കുന്നവയാണ്. ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ α1 റിസപ്റ്റേഴ്സ് ആണ്. ദെൻ H1 റിസപ്റ്റേഴ്സ്, ഹിസ്റ്റമിൻ 1 റിസപ്റ്റേഴ്സ്. ദെൻ മെസ്കാർനിക്കിലെ M1ഉം M3ഉം മെസ്കാർനിക് റിസപ്റ്റേഴ്സ്. ദെൻ ആൻജിയോടെൻസിൻ 1 റിസപ്റ്റേഴ്സ്, 5-HT2 റിസപ്റ്റേഴ്സ്. സോ ഇതെല്ലാം GQ/G11 വഴി വർക്ക് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ ഈ റിസപ്റ്റേഴ്സിലൊക്കെ മരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ GQ/G11 ആയിരിക്കും നടക്കുക. ഈ റിസപ്റ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ GS പാത്വേ സൈക്ലിക് AMP ഇൻക്രീസ് ഒക്കെ ആയിരിക്കും നടക്കുക. ഇനി ഒന്നും ചെയ്യാത്ത GI/G0 വർക്ക് ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹിബിറ്ററി ടൈപ്പ് എല്ലാം അങ്ങനെ ആയിരിക്കും. α2 റിസപ്റ്റേഴ്സ്. ഓപ്പിയോയിഡ് ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞതാണ്. ഡെൽറ്റ പോലെയുള്ള ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് എല്ലാം എങ്ങനെയാണ്. ഡോപ്പമിന്റെ ചില റിസപ്റ്റേഴ്സ് ഏതാണ്? D2, D3, D4 പോലെയുള്ളത്. D1ഉം D5ഉം വേറെയാണെന്ന് നമുക്കറിയാം. ദെൻ ഗാബയിൽ തന്നെ B എന്ന് പ്രത്യേകം എഴുതണം. A എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ലിഗൻഗേറ്റഡ് ആയി പോയി. അഡിനോസിന്റെ A1 റിസപ്റ്റർ. സോ ഇതാണ് ഉദാഹരണം. മസ്റ്റ് ആയിട്ട് ഉദാഹരണങ്ങൾ ഉണ്ടായേ പറ്റൂ, കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, സോ ദാറ്റ്സ് all about G protein coupled receptors. So Tahimon signing out. Thank you for patient listening.